സ്വാഗതം. നമ്മൾ കല്യാണത്തിന് പോവാണ് ഗൈസ്. വണ്ടികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഒച്ച ശരിയാവാന്നൊന്നും അറിയില്ല. നമ്മൾ ചീത്ത പറയുന്നുണ്ട് നേരം പോലെ അയൽക്കൂടെ ഇറക്കാൻ പറഞ്ഞിട്ട്. നിൻ്റെ കൂടെ ഷിബു ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് പുതിയതായി വന്നൊരു മണ്ഡപമാണ് ഗൈസ്. അപ്പം നമുക്ക് അതിൽ ആദ്യമായിട്ടാണ് കല്യാണം ഉള്ളത്. അപ്പം നമുക്ക് ആ മണ്ഡപം എങ്ങനെ ഉണ്ടെന്നൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണാം. നമുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം എന്തായാലും നമുക്കൊരു വീഡിയോയിലിട്ട് പോകാം. മണ്ഡപത്തിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. അയ്യോ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, വീഡിയോ എടുക്കാണ്ട് മോശമാണെന്ന് അറിയില്ല. ഇതാ പേര് കണ്ടോ ഗൈസ്, സുലൈറ്റ്. നല്ല മണ്ഡപത്തിന് വരും. പുറത്തൊരു ഒരാളൊക്കെ ഉണ്ട്, സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് ഗൈസ്. നമുക്കിവിടെ പോകാം. വെടിവെച്ച് ഗൈസ് ഇവിടെ അടിപൊളിയാണ് ഗൈസ്. ആണോ അതെല്ലാവരും പോകണേ, നമ്മൾ മാത്രമാണ് ഗൈസ് വീഡിയോ ബാക്കിൽ പോണ്. അത് യൂട്യൂബിലിടാനാ വീട്ടിൽ ഗൈസ്. എന്താ ഇവിടെ കണ്ടോ നല്ല രസമുള്ള ചെടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ എടുത്ത് നമുക്ക് വീട്ടിലേക്ക് മണ്ടിയാലോ ഗൈസ്. അതൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. തൈ പറിച്ച് പോവുക ഗൈസ്. കണ്ടോ അവിടെ കണ്ടോ നല്ല അടിപൊളി കിണറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ നല്ല ചെടിയുണ്ട്, നല്ല രസം കണ്ടോ. മേലൊക്കെ അടിപൊളി വർക്കാണ്. റെഡിക്കൊന്നും നമുക്ക് പറ്റിയ കല്യാണം, നാളെ പണക്കാർക്ക് പറ്റിയ കല്യാണമാണ്. എന്തായാലും നമ്മൾ ഞങ്ങൾ വല്ല വേറെ സെക്യൂരിറ്റി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ വണ്ടി ഇങ്ങോട്ട് വരുമോ? വണ്ടികളൊക്കെ ഇങ്ങോട്ട് കിടക്കും. സാധാ ഒരു ഹായ് പറയും. സാധാ ചെക്കന് ഗൈസ് ചെവി വയ്ക്കില്ല. കുഞ്ഞിമാമ മാങ്ങ നോക്കുക ഗൈസ്, അത്ഭുതം. ടെണ്ടടേ എവിടെ മാങ്ങ? അതാ എടിഞ്ഞ ഓഫാക്കി. നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഡോർ. പിന്നെ നമുക്ക് ഈ സൈഡുകളൊക്കെ വേണ്ടിട്ട് നല്ല രസമുണ്ട്. ഞാൻ വെള്ളം കുടിച്ച് പക്ഷേ വീഡിയോ എടുത്തിട്ടില്ല. വെള്ളം അടിപൊളി വെള്ളം. മഞ്ഞവെള്ളം, മുന്തിരി ജ്യൂസ് ഉണ്ടായിരുന്നു, വെള്ളം നീലവെള്ളം, മഞ്ഞവെള്ളം, ഈ 3 ജ്യൂസ് ഉണ്ടായിരുന്നു. നീലവെള്ളം എന്തായിരുന്നു? നാരങ്ങ. നീലവെള്ളം നാരങ്ങ, മഞ്ഞവെള്ളം നമ്മളെ എന്താ പറയുക സാധാ നാരങ്ങ. സാധല്ല ഞാൻ പറയാട്ടോ ഗൈസ്, കുറച്ച് ആൾക്കാർ ഫ്രണ്ടിലിരിക്കട്ടെ. ലാസ്റ്റ് കിട്ടി ഗൈസ്. പ്രാവശ്യം കൂട്ടായിരുന്നു കേട്ടോ മഞ്ഞവെള്ളം. ഇതിങ്ങനെ ഒരു എൻട്രി കയറി വന്നാൽ നല്ല രസമുണ്ട്. തെങ്ങൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ ഇവരൊക്കെ മോന്ത് വിടുക നോക്കാം. ഇവരെടുക്കട്ടെ ഇത് പറ്റുകളൊക്കെ ഫ്രണ്ടിൽ അന്തം വിട്ട് നടക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഇങ്ങോട്ട് ഒരു സൈഡുണ്ട് ഗൈസ്. ഇവിടെ കണ്ടോ ഓട്ടിപ്പൊളി. ഇത് കണ്ടോ നല്ല രസമുണ്ട് ഗൈസ്. അങ്ങോട്ട് ഇവിടെ നല്ല രസമുണ്ട് ഗൈസ്. നമ്മളിനി നേരെ പോണത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കുന്ന പ്ലേസ് എത്തി ഗൈസ്. നമുക്ക് ഫുഡൊക്കെ എങ്ങനെയുണ്ട് പറയാം കേട്ടോ ഗൈസ്. ഞങ്ങൾക്ക് അധികം കൈ വെക്കണ ഭാഗം വേറെ, ഇങ്ങോട്ടാണ് നമുക്ക് ഇതിനടുക്കും. പക്ഷെ ഞങ്ങൾ കൈ കഴുകും ഗൈസ്. നമുക്ക് പൈപ്പൊക്കെ നല്ല വൃത്തിയുള്ളതാട്ടോ. എനിക്ക് കൈ കഴുകട്ടെ. സോ ഗൈസ് നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോകാം. നമ്മൾ ഇരിക്കാൻ കാത്തിരിക്കുകയാണ്. ഫുഡിലുള്ളവരൊക്കെ വന്നു കേട്ടോ. ഫുഡ് പ്ലേറ്റ്, ഒരു കുപ്പി മിനറൽ വാട്ടർ ഉണ്ട്. നമ്മൾ ഇരുന്നതും നമുക്ക് ഫുഡ് തരാൻ വന്നു. അപ്പോൾ സെറ്റ് ഷിബോ അപ്പം നമുക്ക് പത്തിരിയും പൊറോട്ട കറി, ബീഫ് കറി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ പൊരിച്ചതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇതിന് തിന്നിട്ട് കാണാം. ബൈ ബൈ. ഇത് നമ്മുടെ ഉച്ചക്കുള്ള കല്യാണം കേട്ടോ, റിസപ്ഷനാണ്. അതുകൊണ്ട് ഫുഡൊക്കെ നല്ല രസമുണ്ട്. ഞാൻ എനിക്ക് അതിൻ്റെ വ്യൂ നല്ല രസമില്ലേ. അപ്പോൾ ഇവരൊക്കെ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. ബൈ ബൈ. ആരെയും കാത്തുമ്പോൾ കഴിയുന്നില്ല ഗൈസ്. ഇവിടെ എന്ത് കാത്തുന്ന് വെച്ചിട്ട് ഗൈസ് ഒടുവിലുള്ള തീറ്റ കഴിഞ്ഞു ഗൈസ്. നമുക്ക് കൈ കഴുകാൻ പോകാം. ആ വെള്ളം കുപ്പി വെച്ചെടുത്താൽ ഒരു വെള്ളം കുപ്പി നല്ല പൊക്കി കൊടുന്നു ഗൈസ്. പൊക്കി കൊടുക്കുന്നതൊന്നല്ല, നമ്മൾ യൂസായിട്ട് വെള്ളം കുപ്പി കേട്ടോ. അപ്പോൾ ഞാൻ മാൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ നേരെ പോകണം. നാളെ മാമൻ്റെ വീട്ടിൽ ബർത്ത്ഡേ ആണ്. അപ്പോൾ നേരെ പോകുമ്പോൾ നമുക്ക് വെള്ളം കൊടുക്കാമല്ലോ. നമ്മൾ എങ്ങനെ പോകുന്ന സ്ഥലത്ത് എന്തിന് നമ്മൾ അവർക്ക് കഴിച്ചിട്ട് വരുന്നു. ഞാൻ പോകണത് നമ്മളെന്നും പോണ സ്ഥലത്ത് കൂടെ അല്ല പോകണേ. കാരണം നമ്മുടെ റോഡ് അതുകൊണ്ട് നമ്മൾ വേറെ വഴി കൂടെ പോകണം. നല്ല ദൂരമുണ്ട്. കുറച്ച് താഴൊക്കെ ഉണ്ടാവും. അപ്പം എന്തായാലും
നടന്ന് കാണുന്നതാണ്. ഗൈസ് KGM-തൊക്കെ വാഷ്റൂം ഒത്തിരി ചെറുതാണ്. ഇതൊരു റൂമിൻ്റെ അത്ര കാണിച്ചുതരാം. നമുക്കിനി ഇത് നടന്ന് കാണണമെന്നാണ് വിചാരിക്കണം. കാണിക്ക് ഞാൻ വീഡിയോ എടുത്തരാട്ടെ ഗൈസ്. നമുക്ക് ടിഷ്യൂ പേപ്പർ ഉണ്ട്. ഞാൻ അറിയാണ്ട് എൻ്റെ ഷാളിൽ തുടച്ച് പോയി. ഷാൾ നമുക്ക് തുടക്കാം. അപ്പം നമുക്ക് ഇനി പുറത്തേക്കൊക്കെ പോയിട്ട് അറിയാണ്ട് നാളെണ്ണൊക്കെ ആയിട്ടുണ്ട്. കുഴപ്പമില്ല, അത് സാധനം നമുക്കിനി പുറത്തേക്ക് പോകാം. ഗൈസ് നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ അടിച്ച് മാറ്റി കൊണ്ടുപോയാലോ? ആൾക്കാരൊക്കെ ഉണ്ട് എന്നെ വന്ന് തല്ലും. ഉണ്ടോ? ഓരോത്തിനും എല്ലാ ഭാഗത്തുമില്ല. 2-3 ഇതിന് വേണ്ട ഒരു സോപ്പ്, പൊട്ടിക്കാത്ത സോപ്പ് ഇതെടുത്ത് ബാഗിലിട്ടാലോ? ഗൈസ് ഞാൻ അവിടെ പറയുന്നുള്ളൂ, ഞാൻ ഒന്നും കൊണ്ടുപോകണില്ല കേട്ടോ. നല്ല കുട്ടിയാണ്. ഇത് വീഡിയോ എടുക്കാം കേട്ടോ. അവളെ മുല്ലപ്പൂ ഉണ്ട്, അത് വീഡിയോ എടുക്കാൻ എന്തിനാ അവളെ പറ്റിയ ഇക്കും തന്നുണ്ട് കേട്ടോ. മുല്ലപ്പൂ വെള്ളം കാണിക്കണ്ട. നമുക്ക് പുറത്ത് പോവാം. അവിടെ ആൾക്കാരായി വീഡിയോ എടുത്തനി എൻ്റെ വോയിസ് കേൾക്കുമെന്ന് അറിയില്ല. കണ്ട കുട്ടികളുടെ അടുത്തൊക്കെ പോയി കിന്നേച്ചോണ്ട് അവള് ആ പോണു. ഇവളിതവിടെ ഇന്ന് തിന്നോണ്ടിരിക്കുന്നു. നമ്മളൊക്കെ ഫുഡ് കഴിക്കില്ല. ഇവരൊന്നും തീറ്റ് കഴിഞ്ഞ് നീക്കണില്ല. കൈ എന്താ ചെയ്യാ? അല്ല വെള്ളം കുപ്പി എടുത്തോട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് ഒന്നല്ലേ, നമ്മൾ യൂസ് ചെയ്യാത്ത എന്താ പൈപ്പൊന്നുമില്ല. സത്യം കഴിച്ചു എല്ലാവരും ഐസ്ക്രീം. നമ്മുടെ കയ്യിൽ മാത്രം ഐസ്ക്രീം ഇല്ല. അപ്പോൾ നമുക്ക് ഐസ്ക്രീം വാങ്ങാൻ പോകും. ഈ കുട്ടി പിടിക്കുമ്പോ ഈ വെള്ളം കുട്ടിയോട് നടത്താൻ നമുക്ക് ഐസ്ക്രീം ഗൈസ് ഐസ്ക്രീം കിട്ടി. ഞാൻ എൻ്റെ അമ്മക്കാണ് ആദ്യം കൊടുക്കുന്നത്. നല്ല സ്നേഹമുള്ള കുട്ടിയായണ്ടേ. ഗൈസ് ഇനി രണ്ടാമത്തെ ഐസ്ക്രീം വാങ്ങാൻ പോവർക്ക് വേണ്ടേ. ഇവളൊക്കെ തീറ്റ തുടങ്ങി ഒരു കണ്ണിച്ചോറില്ലാണ്ട്. ഗൈസ് ഈ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് മുന്നേ എൻ്റെ താത്താനെ മിസ്സായി. അപ്പോൾ അവളെ ഞാൻ തരണം. അപ്പം എൻ്റെ ഐസ്ക്രീമിൻ്റെ സമയം പോയില്ല. അപ്പോഴത്തേക്ക് ശിവു രണ്ടാമത്തെ ഐസ്ക്രീം മേടിക്കും. അപ്പം എൻ്റെ ഒരു ഐസ്ക്രീം ക്യാൻസൽ കിട്ടും. ഗൈസ് ഇപ്പോൾ അവരൊക്കെ രണ്ടാമത്തെ ഐസ്ക്രീം തിന്നുന്നുണ്ടാവും. ഞാൻ മാത്രം ഒന്നാമത്തെ തിന്നാൻ പോകുന്നുള്ളൂ. ഈ രണ്ടാമത്തെ വാങ്ങാല്ലേ നീ? നിൻ്റെ പിന്നെ എൻ്റെ ഒന്ന് തിന്നില്ല. എൻ്റെ തിന്നാൽ കാത്തിരിപ്പിനൊടുവിൽ ലാസ്റ്റിക്ക് കിട്ടി ഗൈസ് വാനില. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഐസ്ക്രീം ഗൈസ്. ഇവളെ തീറ്റ് കഴിയാണ്ട് ഞാൻ കാത്തിക്ക. അവളെ ആദ്യം കഴിഞ്ഞു ഗൈസ്. ഞങ്ങളൊരു കുട്ടറായി പഞ്ഞിമുട്ടായി കണ്ടു. പഞ്ഞിമുട്ടായി അവളെ അറിയില്ല. മാക്സിമം തിന്നാം. അയ്യോ ആര് ഐസ്ക്രീം മേടിച്ചിട്ട് പോവാം ഗൈസ്. അടുത്ത ഐസ്ക്രീം നമ്മൾ കയ്യിലാക്കി. എവിടെ ശിവു ഇതാ വരുന്നോള് ആക്കിയിട്ട് ഗൈസ്. ഇവിടെ പഞ്ഞിമുട്ടായി ഉണ്ട്. പിന്നെന്താ പോപ്കോൺ ഉണ്ട്. പിന്നെന്താ പിന്നെ കുറേ ഐസ്ക്രീം ഉണ്ട്. പിന്നെ കുറച്ച് ചായ ഉണ്ട്. നമ്മൾ ഞാൻ കഴിച്ചത് 2 കടി മാത്രമേ ഞാൻ തിന്നുള്ളൂ. പിന്നെന്താ ഊത്തപ്പം പറഞ്ഞൊരു അപ്പം ഉണ്ടായിരുന്നു. പിന്നെ ദോശ ഉണ്ടായിരുന്നു. പിന്നെന്താ റൈസ് ഉണ്ടായിരുന്നു. ചിക്കൻ കറി, ബീഫും ഉണ്ടായിരുന്നു. ചിക്കൻ ചില്ലി ഉണ്ടായിരുന്നു. അത്രയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. 2 മോയന്മാർ വേണ്ടി കഴിച്ചരാം. ആ വരുന്നു 2 എണ്ണം. ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാർ വേറുള്ളതുകൊണ്ട് ഏതാണെന്ന് മനസ്സിലാവണില്ല. ഞങ്ങൾ കൂടെ ഉള്ളവരൊന്നും ഞങ്ങൾ അറിയാണ്ട് തെണ്ടി നടക്കുക. അവരെ അടുത്തേക്ക് എത്തട്ടെ. ഇനി ഗൈസ് ഞങ്ങൾ 3ാമത്തെ ഐസ്ക്രീം വാങ്ങാൻ പോവാ. ഗൈക്ക് ഷിബു മേടിച്ചത് അതാക്കണം അവള്. ഗൈസ് ഈ സെക്കൻഡിൽ പഞ്ഞിമുട്ടായി നമുക്ക് ഗൈസ്. ആണ് 4ാമത്തെ ഐസ്ക്രീമിന് വേണ്ടി ഞാനൊരു കുട്ടീനെ പറഞ്ഞിട്ടുണ്ട്. ഈ പോയി കടന്നു ഇത് പഞ്ഞിമുട്ടായി ഇക്ക്. ഗൈസ് ഞാൻ കടിക്കാം. കണ്ണു കുത്തിൻ്റെ ട്യൂബ് ഒന്നും കിട്ടിയില്ല. കടിച്ചണ്ടേ വന്നിട്ട് ഇത്ര സമയം കഴിഞ്ഞിട്ട് തിന്നാല് കഴിഞ്ഞിട്ടാണ് ഗൈസ് നമ്മൾ മണ്ഡലത്തിൻ്റെ ഉള്ളിൽ കാണാൻ പോകുന്നത്. കൂലി മാത്രം ആക്കി ഒരു പീസാണ്. ഗൈസ് അവിടെ AC ഉണ്ട് തോന്നുന്നു. AC നല്ലതാണ്.
അടിപൊളിയാണ് ട്ടോ. ഓയ് നല്ല രസമുണ്ട്. അന്ന് ഞാൻ യൂട്യൂബിലിടും. നടക്കണ്ട ബോസൊക്കെ സെറ്റപ്പാ കഴിച്ചു. എനിക്കിപ്പോ തരാം. വീഡിയോ എടുക്കണം കണ്ടോ, അടിപൊളിയാട്ടോ ഇതിൻ്റെ സെറ്റപ്പുകളൊക്കെ. നടുവിൽ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഇരിക്കാം നല്ല മേതുക്ക് ചാരണ സ്ഥലമുണ്ട്. ചാരി പേക്ക് ഇവിടെ ചാരിക്കാം. നമ്മൾ ചാടുന്നതനുസരിച്ച് അറിയാണ്ട് ചാരുമ്പോൾ ഇത് കേജമ്മിലുണ്ട്. ഞാൻ ഈ കസാര കണ്ടിട്ട് ചാരനാന്ന് തോന്നിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നല്ല ഗെറ്റപ്പിൽ വന്ന് ഇരുന്നതാ. ചാരി പോകുമ്പോൾ ഇതാ പോണ് കഴിച്ചു. നല്ല രസമുണ്ട് കഴിച്ചത്. അതെ ഐസ്ക്രീമൊക്കെ മതിയാവോളം തിന്നിക്കും. ചെറിയത്തൊക്കെ ഐസ്ക്രീമിൻ്റെ പൊടി ഉണ്ടോന്നാവോ? കോലിൻ്റെ യൂട്യൂബിൽ ഫസ്റ്റ് ഇടാതി എന്ത് നമ്മൾ നടുക്കൂടെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകണേ. ടടക്ക് ടകണ്ട് നല്ല രസമുണ്ട്. വലിയ മണ്ടവാ കണ്ടോ. ഫോട്ടോ എടുത്തെങ്കിൽ നിൽക്കുക ഒരു മിനിറ്റ്. ഇതൊന്നും കാണിച്ചു കൊടുക്കാം. എൻ്റെ ഇവിടെ ഒരു ബാൽക്കണി സെറ്റപ്പ് ഉണ്ട്. നമ്മൾ നടത്ത് കണ്ട സ്ഥലങ്ങളാട്ടോ അതൊക്കെ. കണ്ടോ അടിപൊളിയോ കേട്ടോ. കണ്ടോ അവറ്റോടെ അവിടെ വന്നിട്ടുണ്ട്. അടിപൊളി കല്യാണം. ഇപ്പം അധികം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ആരും ഇരിക്കണില്ല. എല്ലാവരും വന്നേക്ക് ഫുഡ് കഴിക്കുന്നിടത്തേക്കാണ് നമ്മളെ ശരിക്കും ഫുഡ് കഴിഞ്ഞിട്ട് ഇതാക്കാറുണ്ട്. അപ്പം എല്ലാവരും അവിടെ ആൾക്കാർ വരാൻ തുടങ്ങി. കണ്ടോ പ്രത്യേകിച്ച് ആൾക്കാർ വരാണ്ട്. അപ്പോൾ അതൊന്നുമറിയില്ല. അപ്പം നമ്മൾ ഫുഡ് കഴിഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. എല്ലാവരും അവിടെ ഐസ്ക്രീമിൻ്റെ ഭാഗത്ത് ചുറ്റിത്തിറങ്ങാൻ നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഇനി ഇവിടെ പരിപാടി ചെക്കനൊക്കെ പെണ്ണൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പരിപാടി തുടങ്ങുള്ളൂ. അതുവരെ ഇവിടെ വെറുതെ ഇരിക്കില്ല. ഒരു പാട്ടില്ല. അതുകൊണ്ടാവും ഇവിടെ ആരും വരാത്തത്.